ഹായ് ഫ്രണ്ട്സ്, PSC പ്രീവിയസ് ലേറ്റസ്റ്റായിട്ട് ചോദിച്ച PYQ ആണ് നോക്കുന്നത്. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള പ്രസ്താവനകൾ ശരിയായത് 3 പ്രസ്താവനകളും ശരിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള എന്തൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2 പ്രസ്താവനകൾ ശരിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 2, 3, 4 ശരിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക് ചെയർമാനായി സ്ഥാനമേറ്റു. പഴശ്ശി കലാപവുമായി ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2, 3 ശരിയാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൾക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയതാര്? ഊർവശി ഫൂട്ടാലിയ ആണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ആക്സിയം 4 ആണ്. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഹംബോൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നത് ലക്ഷ്യം വയ്ക്കുന്നത്? മോൺട്രിയോ പ്രോട്ടോക്കോൾ ആണ്. ഇന്ത്യ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യമാണ് സ്പെയ്ഡെക്സ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന 1, 2 ആണ്. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റക് കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂവ്. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. താഴെ പറയുന്ന നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഇവയൊന്നുമല്ല. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോള സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അമർത്യ സെൻ. ലെയ്സർ ഫെയർ സിദ്ധാന്തം എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ലെയ്സർ ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലി അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ആമുഖമാണ്. ഇന്ത്യ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്. ശരിയായിട്ടുള്ളത് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറന്റോ എൻ്റെ അധികാരത്തിൽ. പ്രൊഹിബിഷൻ റദ്ദാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന ഓം ബിർള. BNSSൻ്റെ പൂർണ്ണരൂപം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത.
സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തെ ക്ഷേമത്തിനായുള്ളതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച് 2018. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം കേരള ആണ്. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ 2007 വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം സ്ഥലത്തുമാണ്. ഗാർഹിക പീഡന നിയമ ബിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യന് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ K. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ജൈവവൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ് പ്ലാസ്മോഡിയം. താഴെ കൊടുത്തിരിക്കുന്നവയെ പോളിജനിക് പാരമ്പര്യത്തിനുദാഹരണം. മനുഷ്യ ത്വക്കിൻ്റെ നിറം. ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഇന്ത്യ. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം വിസരണം. 25 kg മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം 0 ആണ്. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണമെന്ന് പറയുന്നത് അനുരണനമാണ്. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ സ്പൈഡെക്സ് വെബാണ്. താഴെ പറയുന്ന ജലത്തിൻ്റെ pH മൂല്യം ഏറ്റവും കൂടുതൽ? സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്ന രൂപാന്തരം കാണിക്കാത്ത മൂലകം ബിസ്മത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ